പേടിയല്ല. പക്ഷെ അതൊക്കെ പണിയിപ്പുകാർക്ക് ചട്ടാവും. അങ്ങനെ ഒരു വേറെ സ്റ്റൈല് പെട്ടെന്ന് വിധേയത്വം കാണിക്കില്ല എന്നുള്ളതാണ്. ഉം. ഒരു അപകടകാരിയല്ല ആന. ഉം. പക്ഷെ ആപ്പൂപ്പിയായിട്ട് സെറ്റപ്പിൽ കൊണ്ടുവെക്കാൻ സമ്മതിക്കില്ല. അതാണ് എൻ്റെ കഴിഞ്ഞ കാലം. ഡാമിലേക്ക് ആന പിടിക്കാൻ പോയ കാര്യം ആ അതിന്റെ അത് അത് ഈ ആന ഞങ്ങളുടെ കയ്യിൽ പപ്പു എന്ന് പറഞ്ഞ ആന. പപ്പു മുത്താന്തറ പപ്പു, ട്രാൻസ്ഫോമർ പപ്പു എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ആന ചെറുകെട്ടഴിക്കും. അങ്ങനെ ഈ കാക്കിനിക്കാട് എന്ന് പറയും വാഴാനി ഡാമിൽ, തൃശ്ശൂർ വാഴാനി ഡാമിലെ കാക്കിനിക്കാട്. അന്നൊന്നും കാട്ടാനകൾ അങ്ങനെ ഇല്ല. അപ്പം നല്ലോണം കാട്ടാനകൾ കയറി തുടങ്ങി അവിടെ. അങ്ങനെ ഞാൻ കാടിനുള്ളിൽ കയറി പോയി. എന്നെ വിളിച്ചവർ എന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ആളാണെന്ന് അവർക്കറിയാം. ഞാനുള്ള ചിലവ് കാശൊക്കെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞല്ലോ അതിനോട് മസ്തൻ എന്നെ വന്ന് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനവിടെ ചെന്ന് ഞാനും എൻ്റെ 5-6 സുഹൃത്തുക്കളും കൂടി പോയി. ഞാൻ ഈ കുഞ്ഞുമോൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ കൂടി ഇരുന്ന സമയത്ത് ആനക്കാരൻ അല്ല അല്ല ഈ തിരുവമ്പാടിയിൽ നിന്ന് കുഞ്ഞുമോൻ ചേട്ടൻ കുഞ്ഞുമോൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ആനയ്ക്ക് അന്ന് ഇവിടെ അടുത്തൊരു പോരുണ്ടായിരുന്നു. അപ്പോൾ ആന കാണാൻ പോയതാണ്. കാരൂർ അയ്യപ്പൻ കവന്നർ അവിടേക്ക് പോയതാണ്. അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ ഈ വാഴാനിക്ക് പോയി. വാഴാനി ചെന്ന് 2006 കാര്യമാണ് ഈ പറയുന്നത്. അവിടെ ചെന്ന് ആന ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ചെന്ന് വിളിച്ചപ്പോൾ ആന ഇറങ്ങി വന്നു. തിരിച്ചു വന്ന് അടുത്തേക്ക് വന്ന് തിരിച്ച് വീണ്ടും കയറിപ്പോയി. ആകെ പ്രശ്നമായി. ആൾക്കാർ കല്ലും തെറിയിലും പിടിക്കലൊക്കെ ആയി. കുറേ പുലർച്ചെ ആയപ്പോഴാണ് പിന്നെ ആന ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്ന് ഞാൻ വന്ന് ഈ കാക്കിനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ മരത്തമ്മ വന്ന് കെട്ടി പന്തോസാക്കി നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു വെല്ലുകോലിന് പറ്റിയൊരു മരം ഒരു ചെറിയ വെട്ടി ചാരി വെച്ചിട്ട് ഞാൻ വന്ന് പാലിൻ്റെ സപ്ലൈ ഉണ്ട് എനിക്കിവിടെ. കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്നു പോകാനും കഴിഞ്ഞിട്ട് പിന്നീടാണ് ആനക്കാരൻ വന്നത്. ആനക്കാരൻ ഒന്നും ഉണ്ടായിരുന്നില്ല, രാജൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. അങ്ങനെ ഒരു ആത്മബന്ധം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആന തന്നിട്ടുണ്ട്. അതിന് മേലെ ഭയങ്കര പരുക്കായിരുന്നു. ഞാൻ ഡെയിലി ഇവിടുന്ന് ബെറ്റാടിന് അത് പണ്ട് ഈ പെരുമ്പാവൂർ ഭാഗത്തൊക്കെ നിന്നിട്ട് കാര്യങ്ങൾ നടക്കാതെ ഇപ്പോൾ അതിൻ്റെ ചെറിയ മർദ്ദനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. വയറിൻ്റെ അടിയിലും പൊക്കളിൻ്റെ അവിടെയൊക്കെ നല്ല നല്ല ആഴമുള്ള മുറിവുകളായിരുന്നു. ഞാൻ ഈ ബെറ്റാഡിനൊക്കെ കൊണ്ടുപോയി ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് ആദ്യം തുടച്ച് ബെറ്റാഡിൻ വെച്ച് തുടച്ച് ഗ്ലിസറിനൊക്കെ പരട്ടി അങ്ങനെ ഇതൊക്കെ കണ്ട് അങ്ങനെ അത്രയും ചെയ്തുകൊണ്ടായിരിക്കണം ആനയ്ക്ക് ആ ഒരു ഇഷ്ടം പിന്നീട് ഉണ്ടായിരുന്നു ആനയ്ക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഏകദേശം പ്രശാന്തേട്ടൻ വാങ്ങിച്ചുകൊണ്ട് 1 വർഷം കഴിഞ്ഞിട്ട് പൂജ വെപ്പന് ഈ ആന കാണാൻ വേണ്ടി പ്രശാന്തേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ അവിടുന്ന് അഴിച്ചുകൊണ്ട് വെള്ളം കൊടുത്ത് നിർത്തിയില്ല. അവിടെ കണ്ടപ്പോൾ അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ ഇഷ്ടം കാണിച്ചപ്പോൾ ഞാൻ അടുത്തേക്ക് വന്നു. പിന്നെ വെള്ളം കൊടുത്തു. അങ്ങനെ ആ ബന്ധം ചുരുങ്ങിയ കാലത്ത് അടുപ്പുള്ള, പക്ഷെ ആ ബന്ധം ആന സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ബന്ധം ഞാൻ ഈ തിരുവമ്പാടി ശിവസുന്ദരായിട്ടുണ്ടായിരുന്നു. ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ആകെ തിരുവമ്പാടിയിൽ നിന്ന കുറച്ച് കാലം ഞാനായിട്ട് ബന്ധം ഉണ്ടായിരുന്നത്. അത് സുന്ദർജിയുടെ വീട്ടിലേക്ക് പോയതിനു ശേഷം ഞാൻ പോയിട്ടില്ല. എനിക്ക് പട്ടികളെ ഭയങ്കര പേടി. ആളുടെ വീട്ടിൽ എപ്പോഴും ഇഷ്ടംപോലെ പട്ടികളുണ്ടായിരുന്നു. ഈ മാരാത്തപ്പറമ്പിൽ വന്ന് ഈ വാഴക്കുളം മണിച്ചേട്ടൻ അങ്ങനെ ആരും ബന്ധാക്കി തന്നതാണ്. ഭയങ്കര അടുപ്പായിരുന്നു. ഇവിടെ ഈ കുംഭഭരണിക്ക് തിരൂർ വടകുറുമ്പക്കാവിൽ വന്നിട്ട് അന്നത്തെ പാപ്പാൻ 1-ാം പാപ്പാൻ കറുകപ്പുത്തൂർ പ്രകാശേട്ടൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വടക്കുന്നാഥനിലെ കൊച്ചി ദേവസ്വം ബോർഡ് ശ്രീരാമൻ്റെ 1-ാം പാപ്പാൻ. അദ്ദേഹത്തിൻ്റെ അനിയനൊരു അപകടം പറ്റിയിട്ട് കൂടെ വന്ന ഇടച്ചട്ടം കൊടുങ്ങല്ലൂർ സ്വദേശി എസ്എംപുരം സുരേഷേട്ടൻ കൊണ്ടുവന്നിട്ട് ആൾക്ക് ചെറിയ ആന പറ്റായിക്കല്ല. ആൾ കിടന്നിട്ടൊന്നും എണീക്കാനൊക്കെ പ്രയാസം ഉണ്ടായി. ആൾക്കൊരു വയ്യായിക ഉണ്ടായിരുന്നു കൂട്ടിക്കോളും. ഞാൻ ഇവിടുന്ന് മുളങ്കുന്നത്ത് കാവിൽ നിന്ന് തിരൂർ വരെ ഞാൻ ആന പിടിച്ചിട്ട് പോയതാണ്. അത്രയും ദൂരം ശിവസുന്ദർ ബന്ധം തന്നിട്ടുണ്ടായിരുന്നു. ചില ആനകൾ പെട്ടെന്ന് ഇഷ്ടാവും, ചില ആളുകൾ തീരെ സമ്മതിക്കൂലെന്ന്. പക്ഷെ ഇതൊക്കെ അങ്ങനെ ശിവസുന്ദരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു കാലം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ഭയങ്കര ഇഷ്ടം, അത്ര ഇഷ്ടമായി തന്നെ. അതിന്റെ ഒരു കഴിഞ്ഞ കാലം അല്ലെങ്കിൽ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് പേടിയല്ല, പക്ഷെ അതൊക്കെ പണിയിപ്പുകാർക്ക് ചട്ടാവും. അങ്ങനെ ഒരു വേറെ സ്റ്റൈല് പെട്ടെന്ന് വിധേയത്വം കാണിക്കില്ല എന്നുള്ളതാണ്. ഒരു അപകടകാരിയല്ല ആന. പക്ഷെ ആപ്പൂപ്പിയായിട്ട് സെറ്റപ്പിൽ കൊണ്ടുവെക്കാൻ സമ്മതിക്കില്ല. അതാണ് എൻ്റെ കഴിഞ്ഞ കാലം. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അങ്ങനെ ഫോണിൽ കൂടെ അങ്ങനെ ഉറക്കെ വിളിപ്പിച്ചിട്ട് ഞാൻ ഗുരുജി പ്രശാന്തേട്ടനൊക്കെ കളിപ്പിച്ചു കൊടുക്കാറുണ്ട്. അന്നൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു എനിക്ക്. അത് ഈ മാരാത്തപ്പറമ്പിൽ വന്ന് നേരെ തിരുവമ്പാടി വാങ്ങിച്ച് നേരെ മാരാത്തപ്പറമ്പിലേക്കാണ് കൊണ്ടുവരുന്നത്. അത് ഞാനായിട്ട് അങ്ങനെ ഇടപെട്ട എല്ലാ ആളുകൾക്കും എന്നെ അറിയാമായിരുന്നു. നല്ല അടുപ്പായിരുന്നു. ഈ ശിവസുന്ദറിന്റെ അതും ഒരു പെട്ടെന്നൊരു മരണം എരണ്ടക്കെട്ട് പെട്ടെന്ന് എത്ര ദിവസം നിന്നിട്ടുണ്ടാവും? 50-55 ദിവസം നിന്നു. അത്രയും ദിവസത്തോളം നിന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ എരണ്ടക്കെട്ട് എന്ന് പറയുന്ന അസുഖത്തിന് ഇപ്പം പുതുപ്പള്ളി സാധുവിനെ പോലെ ആന രക്ഷപ്പെട്ടു വന്നു. അതൊന്നും നമ്മളെ അത് കണ്ട് വേറെ ആന രക്ഷപ്പെടുന്നു വിചാരിക്കരുത്. ഇത് മുൻകെട്ട് അറിയാലോ, മുൻകെട്ട് പിൻകെട്ട് കണ്ട് ഈ മുൻകെട്ടുള്ള ആളൊക്കെ രക്ഷപ്പെട്ട് വരാൻ ഭയങ്കര പാടാണ്. പുതുപ്പള്ളി സാധുവാൻ രക്ഷപ്പെട്ട കഥ നോക്കുമ്പോൾ അതിൽ കൂടുതൽ എരണ്ടക്കെട്ട് നിന്ന ആളോട് രക്ഷപ്പെട്ടിട്ടുണ്ട്. തിരുവമ്പാടി ഭദ്ര 60 ദിവസം നിന്നിട്ടുള്ള ആനയാണ്. അതുപോലെ മംഗലാംകുന്ന് ഗണപതി, ഇപ്പോഴത്തെ മനുസ്വാമി മഠം മനുനാരായണൻ വെള്ളാപ്പള്ളി ദീപക് എന്നായിരുന്നു പേര്. ആന ഒരുപാട് നാൾ നിന്നിട്ടുള്ളതാണ്. അത് രക്ഷപ്പെടുമ്പോൾ ഡോക്ടർമാരെ നമ്മൾ നന്നായി പറയുകയും ചെയ്യാം. രക്ഷപ്പെടാതെ കുറ്റം കൊണ്ട് കാര്യമില്ലെന്ന് പരിശ്രമിച്ചിട്ടുണ്ട്. ചില ആനകൾക്ക് തള്ളിപ്പോകാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അത്
പകുതി ഭാഗ്യം പകുതി ചികിത്സയുടെ മൂല്യം പോലെ ഇരിക്കും. ഉം. അതാണ് കാര്യം. ഭാഗ്യം ഉണ്ടാവണം. ഉം. ഇപ്പം നമുക്ക് തന്നെ ഒരു അപകടം പറ്റിയാൽ ഒരു നമ്മൾ സർജറിക്ക് ചെയ്യുമ്പോൾ ഡോക്ടർമാരെന്താ പറയുക, പ്രാർത്ഥിക്കുക എന്ന് പറയും പ്രാർത്ഥിക്കുക. ഡോക്ടർമാർ. അപ്പോൾ അവർക്ക് പറ്റാണ്ടാണോ? അപ്പോൾ അവർ ചിന്തിക്കുന്ന അവർ ചെയ്യുന്ന ജോലിയേക്കാൾ അതീതമായ ശക്തി ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഉം. എന്ന പോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു വരും. പക്ഷെ പകുതി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ച് നന്നായി. ഈ പനമ്പട്ടിക്ക് നല്ല പോളയൊക്കെ ഉണ്ടെങ്കിലേ ഉം. ഈ പോളയൊക്കെ ജലാംശം നഷ്ടപ്പെട്ട പോളയൊക്കെ ഇട്ട് ദഹന പ്രക്രിയ കുറയും. നന്നായി സത്യം പറഞ്ഞത് ചെത്തിയിട്ട് കൊടുക്കാൻ പാടില്ലാത്തതാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും കൊടുക്കുന്ന ഒരു അതാണ് ആ ശ്രദ്ധേനൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ഉം. പിന്നെ അത് നന്നായി ശ്രദ്ധിച്ചാൽ പോലും ചില ആൾ കുറേ പഴം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നോ പറ്റായിക വന്ന് വയറ്റിൽ ഗ്യാസായിട്ട് പിന്നെ അരണ്ടും പോകാത്ത അവസ്ഥയും വരാറുണ്ട്. ഉം. അസുഖങ്ങൾ വരാൻ പല കാരണങ്ങളുണ്ട്. നമ്മുടെ ശ്രദ്ധയാണ് ഇതിലത്തെ ഒന്നാം സ്ഥാനം. ബാക്കിയൊക്കെ നമ്മൾ ചികിത്സ നമ്മൾ കൊടുക്കാൻ വൈകരുത്. ഉം. നമ്മൾ ഈ സ്വയം ചികിത്സ കൊടുത്ത് കുറച്ച് വൈകിപ്പിക്കണമെങ്കിൽ നല്ല അനുഭവ സമ്പത്തിൽ നല്ലൊരു ഡോക്ടറെ വിളിച്ച് വരുത്തി ആദ്യമേ തന്നെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യണം. ഉം. അല്ല ഇന്നൊരു നോവ് കണ്ടാൽ 2 ദിവസം കഴിയട്ടെ എന്ന് വിചാരിക്കരുത്. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഓരോ ആനകളും അമൂല്യ രത്നങ്ങളാണ്. ഒരു ആന ഇല്ലാണ്ടായാൽ പകരം ഒരു ആന കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ അശ്രദ്ധയിൽ ഉണ്ടാവരുതെന്ന് ഓർമ്മയുണ്ടായാൽ മതി. ഈ പനമ്പട്ട എന്ന് പറയുന്ന സാധനം സുഭിക്ഷമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കൊണ്ടാണോ ഇതിനെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത്? അല്ല, പനമ്പട്ടയാണ് ആനകൾ നന്നായി അടിച്ച് പൊളിച്ച് തിന്നുന്ന സാധനം പനമ്പട്ട തന്നെയാണ്. ഉം. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മൾ ടെൻഡർ വെച്ചുകൊണ്ട് തന്നെ പനമ്പട്ടയ്ക്കാണെങ്കിൽ ഇന്ന് ഈ വെയിലത്ത് വെട്ടിയിട്ട് നാളെ ലോഡ് ചെയ്ത് മറ്റന്നേ വരിക. ഉം. അപ്പോൾ തന്നെ ജലാംശം ആ പോളയിൽ നിന്ന് കുറേ കുറയുന്നു. ഉം. അപ്പോൾ അത് കണക്കാക്കി ഒന്ന് വെട്ടി അടർത്തിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാവണമെന്ന് നമ്മുടെ ജോലിയല്ലേ അത്. ഉം. ആ കൂടെ നിൽക്കുന്ന ആനക്കാർക്ക് അതിൽ നിന്നാണ് അന്നം കിട്ടുന്നത്. അപ്പോൾ അവരുടെ ജോലിയാണത്. അങ്ങനെ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ കുറേ നിയന്ത്രിക്കാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ ഈ കൈത്തീറ്റയും കാര്യങ്ങളും കൊടുക്കണം. ഇപ്പോൾ പുല്ല് കൊടുക്കേണ്ട ഇഷ്ടം പോലെ. പക്ഷെ പുല്ലിലും ഈ വളത്തിൻ്റെ അതിപ്രസരം കൂടുതലാണെന്നാണ് പറയുന്നത്. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ സാധ്യത ഉണ്ടായി എന്നോട് ACF പറയണ്ടായി. അല്ല നമ്മുടെ ഈ നാട്ടിൽ വളരുന്ന ഇപ്പം ഈ പറഞ്ഞിട്ട് മണിയേട്ടൻ മേയ്ക്കാൻ വിടുന്നു അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ ഗ്രൗണ്ടിൽ തിന്നാൻ വിടുന്നു, അതുകൂട്ടൊരു കൈത്തീറ്റയും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. പോളം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക കമ്പീനേക്കാൾ സ്ട്രോങ് ആണ്. അപ്പോൾ അത് ചെത്തിക്കളഞ്ഞ് നമ്മൾ കൊത്തിയിട്ട് കൊടുത്താൽ എന്താ കുഴപ്പം? ഒരു 10-20 പട്ടി നമ്മൾ കൊടുക്കണം. ആ ആന ഉണ്ടെങ്കിൽ നമുക്ക് ആ അന്നം കിട്ടുള്ളൂ. ആ ആനയുടെ കൂടെ നിന്നുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ആനപ്പാപ്പാന് ബോധ്യപ്പെടുത്തി നമ്മൾ ചെയ്യണത്. കുറേ ഒഴിവാക്കാം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാലും മരണം കിട്ടി വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചില ഈ മരപ്പണിക്കൊക്കെ പോയി നാളെ പല്ലൊക്കെ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ദഹന പ്രക്രിയ കുറവായാലൊക്കെ ബാധിക്കും. നമ്മളാ പോരായ്മ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നിയന്ത്രിക്കാം. മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കട്ടാണ്. നിയന്ത്രിക്കാം. അതെ അതെ അതെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പാദരോഗം. പാദരോഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെളിയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് നിർത്തി വന്ന കൈക്കാലുകൾ ആനകളുടെ എപ്പോഴും ആനകളെ അമരം കഴുകി വൃത്തിയാക്കണം. നന്നായി വൃത്തിയാക്കണം. നന്നായി വൃത്തിയാക്കി നഖങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി ഒരു പരിധി വരെ നിയന്ത്രിക്കാം. പക്ഷേ ചിലതൊക്കെ പറയുന്നത് അത് ഒറിജിനൽ പാദരോഗം അല്ല, അത് വേറെ ഏതൊരു രീതിയിൽ വരുന്നതാണെന്ന്. പണ്ട് കാലത്തൊന്നും ഞാൻ അങ്ങനെ പാദരോഗം അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. പഴയ ആൾക്കാർ പറഞ്ഞു ഈ പാദരോഗം വന്നു കഴിഞ്ഞാൽ അടുത്തെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല, നല്ല സ്മെല്ലാണെന്ന് പറയും. ഇതിപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ നഖങ്ങളിലൊക്കെ കുഴിനഖം വരിക എന്ന് പറയില്ലേ, എന്ന പോലെ വരുന്നതാ. അപ്പോൾ ഇത് അടർന്ന് പോവുകയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും? ഞാൻ പറയണ ആനകളാണെന്ന് പറയുമ്പോൾ ജീവനുള്ള സാധനം, അവർക്ക് അസുഖങ്ങൾ വരാം. നമുക്ക് മനുഷ്യർക്ക് എത്ര അസുഖങ്ങൾ വരുന്നു, ക്യാൻസർ വരുന്നു, അല്ലെങ്കിൽ മറ്റു വൃക്കരോഗം വരുന്നു. ഇതുപോലെ ഈ ജീവജാലങ്ങൾക്കൊക്കെ വരാം. ആനകൾക്ക് ഒരിക്കലും അസുഖം വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല, വരും. നമ്മൾ ശ്രദ്ധിക്കുക എന്നാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ഒരിക്കലും നമ്മളെ ആന അത്രയും വിലപിടിപ്പുള്ള ആന ചൈന അസുഖം വരണ്ടെന്ന് പറഞ്ഞാൽ വരാതിരിക്കും. ജീവനുള്ള സാധനം അത്. എത്രയും നല്ല യന്ത്രവൽകൃതമായ സാധനങ്ങൾ പോലും ചിലപ്പോൾ ഒരിക്കലും സ്ട്രക്ക് ആവുന്ന ദിവസമുണ്ട്. എന്ന പോലെ അത് നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ നമുക്ക് കുറച്ച് കാലം കൂടി അത് കാണാം, നീട്ടിക്കൊണ്ടു പോകാം. ആളുകൾ വിവേക്